2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു നമ്മുടെ നാടിന്റെ അവസ്ഥ? ആകെ തകർച്ച, വ്യാപകമായ അഴിമതി, കെടുകാര്യസ്ഥത, ഭരിക്കുന്ന പാർട്ടിയിലെ ഉൾപ്പോടുകൊണ്ടുള്ള ഭരണസമ്പന്നം. എങ്ങനെയെങ്കിലും ഈ മാരണം നമ്മുടെ തലയിൽ നിന്ന് പോയാൽ മതി എന്ന് ജനം ചിന്തിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് നാം അധികാരത്തിൽ വരുന്നത്. നാം അധികാരത്തിൽ വരുമ്പോൾ 34 ലക്ഷം ജനങ്ങൾക്ക് 600 രൂപ പ്രകാരം കൊടുത്തുകൊണ്ടിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ 18 മാസക്കാലമായി കൊടുക്കാതെ പട്ടിണി കിട്ടുകയായിരുന്ന ഒരവസ്ഥയാണ്. നാം അധികാരത്തിൽ വരുന്നു, കുടിശ്ശിക മുഴുവൻ ഒറ്റത്തവണയായി വിതരണം ചെയ്യുകയും 1000 രൂപയാക്കി ഉയർത്തുകയും ചെയ്തു. ഈ കഴിഞ്ഞ നവംബർ 25, 2025 വരെ 1600 രൂപ പ്രകാരം നാം അത് നൽകി. നീ അങ്കമാലിയിൽ മീറ്റിംഗ് നടക്കുമ്പോൾ നാം കണക്കെടുത്താൽ എന്റെയും നിങ്ങളുടെയും അടക്കം ഇന്ന് കേരളത്തിലുള്ള വീടുകൾ ആകെ 87 ലക്ഷം വീടുകളാണ്. അതിൽ 62 ലക്ഷം വീടുകൾക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നാം സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. ഈ കഴിഞ്ഞ ബജറ്റിൽ അതുകൂടാതെ 32 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾക്ക് മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 1000 രൂപയുടെ സഹായം നാം പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലെ അത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് 10,000-ലധികം ആള് അത് കൈപ്പറ്റി കഴിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട്. കൂടാതെ 5 ലക്ഷത്തോളം വരുന്ന യുവതീ യുവാക്കൾക്ക് ജോലി ലഭിക്കുന്നത് വരെ ഒരു കൈത്താങ് എന്ന നിലയിൽ 1000 രൂപയുടെ സ്കോളർഷിപ്പ് പോലെയുള്ള സഹായം നാം പ്രഖ്യാപിച്ചിരിക്കുന്നു. CM കണക്ട് ടു വർക്ക് എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഇതുപോലെ കഴിഞ്ഞ 10 വർഷക്കാലമായി സാമൂഹ്യക്ഷേമ പെൻഷൻ ഇനത്തിൽ നാം 82,500 കോടി രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു. ഈ പെൻഷനുകളൊന്നും ഒരു കാരണവശാലും മുടങ്ങരുത് എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിർബന്ധമുണ്ട്. അതിനായി നാം ഒരു പെൻഷൻ കമ്പനി രൂപീകരിച്ചു. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്നാണ് അതിന്റെ പേര്. ഈ കമ്പനിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്തെന്നാൽ, ഏതെങ്കിലും കാരണത്താൽ ഗവൺമെന്റിന് പെൻഷൻ കൊടുക്കാൻ സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ നിന്നോ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നോ ഒക്കെ ലോൺ എടുത്ത് കൃത്യമായി പെൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നാം എടുത്ത ലോൺ വായ്പകൾ ഇന്ന് കേരളത്തിന്റെ പൊതുകടമാക്കി മാറ്റിയിരിക്കുന്നു. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനോട് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇത്തരത്തിൽ പെരുമാറുന്നത്? അപ്പൊ അവര് വാദമുയർത്തുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പെൻഷൻ കൊടുക്കുന്നത് ഇത്രയധികം ആളുകൾക്ക്? നിങ്ങൾ എന്തിനാണ് പാവപ്പെട്ടവൻ ഇതുപോലെ കിറ്റ് കൊടുക്കുന്നത്? സഹോദരരെ, ഒരു ജനപക്ഷ ഗവൺമെന്റ്, ഒരു പാവപ്പെട്ടവന്റെ ഗവൺമെന്റ് എന്ന നിലയ്ക്ക് നാം എന്താണ് അതിന് മറുപടി പറയേണ്ടത്?